വികസന പദ്ധതികൾക്കായി കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷയർപ്പിച്ച കോട്ടയം റബ്ബർ വിലസ്ഥിരത, ശബരി റെയിൽ, ശബരിമല വിമാനത്താവളം, കുമരകം ടൂറിസം തുടങ്ങി ഈ മേഖലകളിലൊക്കെ ധനസഹായവും പദ്ധതികളും കോട്ടയത്തിന്റെ പ്രധാന പ്രതീക്ഷകളാണ്. ഫെബ്രുവരി 1 കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ മധ്യ തിരുവിതാംകൂറിലെ പ്രധാന വ്യാപാര വാണിജ്യ കേന്ദ്രമായ കോട്ടയത്തിന് പ്രതീക്ഷകൾ ഏറെയാണ്. വിലയിടിവിൽ തകർന്നു നിൽക്കുന്ന റബ്ബർ വ്യാപാരത്തിൻ്റെ പുനരുജ്ജീവനം, കൃഷി, ടൂറിസം വികസനം, അങ്കമാലി എരുമേലി ശബരി റെയിൽപാത, ശബരി വിമാനത്താവള പദ്ധതി, അങ്ങനെ കോട്ടയത്തിൻ്റെ ബജറ്റ് പ്രതീക്ഷകൾ നീളുന്നു. രണ്ട് പതിറ്റാണ്ടിലേറെയായി കടലാസിലുറങ്ങുന്ന അങ്കമാലി എരുമേലി ശബരി റെയിൽ പദ്ധതി. കുറ്റിയിടിയലിനപ്പുറം ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുന്ന പദ്ധതിക്ക് ബജറ്റിൽ പുനരുജ്ജീവനമുണ്ടാകുമോ എന്നാണ് കോട്ടയം കാത്തിരിക്കുന്നത്. പദ്ധതിയുടെ ആകെ ചിലവിൻ്റെ 50% കിഫ്ബി വഴി സംസ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും RBIയെ ഉൾപ്പെടുത്തിയുള്ള ത്രികക്ഷി കരാറിൻ്റെ ആവശ്യമില്ലെന്നും കാട്ടി സംസ്ഥാനം വീണ്ടും രംഗത്ത് വന്നത് ശബരിപാതയെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാക്കിയിട്ടുണ്ട്. പദ്ധതിയിൽ കേന്ദ്ര നിലപാടിനായി കേരളം കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം അവസാനത്തോടെ റെക്കോർഡ് വിലയിൽ തൊട്ടെങ്കിലും കൂപ്പുകുത്താൻ റബ്ബർ വിലയ്ക്ക് അധികകാലം വേണ്ടി വന്നില്ല. താങ്ങുവില 250 രൂപയാക്കണമെന്ന റബ്ബർ കർഷകരുടെ ആവശ്യത്തിന് കാലങ്ങളേറെ പഴക്കമുണ്ട്. കോട്ടയത്തെ റബ്ബർ കർഷകരുടെ ദുരിതത്തിന് കാലമേറെ പഴക്കമുണ്ട്. ഉത്പാദന ചെലവിന് ആനുപാതികമായ വില ഉറപ്പാക്കാൻ സാധിക്കാത്തത് കർഷകരെ റബ്ബർ കൃഷിയിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉത്പാദിപ്പിക്കുന്ന കോട്ടയത്തെ റബ്ബർ കർഷകരോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കടുത്ത അവഗണന തുടരുന്നുവെന്നാണ് കർഷകരുടെ പരാതി. റബ്ബറിനെ സംബന്ധിച്ചോളം അതിനകത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചെങ്കിൽ മാത്രമേ ഇവിടുത്തെ റബ്ബർ കർഷകർക്ക് പ്രതീക്ഷയുണ്ടാകുകയുള്ളൂ. എല്ലാ ബഡ്ജറ്റുകളെയും ഞങ്ങൾ റബ്ബർ കർഷകർ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ബഡ്ജറ്റുകളിൽ ഒന്നും തന്നെ കാര്യമായിട്ട് റബ്ബർ കർഷകർക്ക് ഒന്നും ലഭിച്ചിട്ടില്ല. രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ കുമരകം സമീപകാലത്തായി കിതയ്ക്കുകയാണ്. കേന്ദ്ര കൈത്താങ്ങ് കുമരകത്തിനുണ്ടാകുമോ എന്ന് കണ്ടറിയണം. കുമരകം ടൂറിസം നിറം മങ്ങി തുടങ്ങിയിരിക്കുകയാണ്. ഓരോ സീസൺ കഴിയുമ്പോഴും കുമരകത്തേക്കെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം കുത്തനെ കുറയുന്നു. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനുള്ള പാക്കേജുകളും പദ്ധതികളും അടിസ്ഥാന സൗകര്യ വികസനവുമാണ് കുമരകത്തിന് ആവശ്യം. അപ്പർ കുട്ടനാടൻ നെൽകൃഷിയും നാണ്യവിള കൃഷികളും റബ്ബർ കഴിഞ്ഞാൽ കോട്ടയത്തിൻ്റെ കാർഷിക മേഖലയ്ക്ക് കരുത്തു പകരുന്നവയാണ്. കാർഷിക മേഖലയും കേന്ദ്ര ബജറ്റിൽ സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിനൊപ്പം വിലയിലെ കുറവും കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. താങ്ങുവില വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള സഹായങ്ങൾ ബജറ്റിൽ കർഷകർ പ്രതീക്ഷിക്കുന്നു. നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവള പദ്ധതിയുടെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. വ്യോമയാന ഗതാഗതത്തിന് പ്രാധാന്യം നൽകുന്ന കേന്ദ്ര സർക്കാർ ശബരിമല വിമാനത്താവളത്തിന് കൂടുതൽ ധനസഹായം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശബരിമല വിമാനത്താവള പദ്ധതിയുടെ സ്ഥലമേറ്റെടുപ്പ് നടപടികൾക്ക് മുന്നോടിയായുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. പദ്ധതിക്കായുള്ള വ്യോമയാന മന്ത്രാലയത്തിന്റെ അനുമതിയും പദ്ധതി നിർമ്മാണത്തിനുള്ള ധനസഹായവും കേന്ദ്രത്തിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. ആവശ്യങ്ങളും പദ്ധതികളും നിരത്തിവെച്ച് കോട്ടയം കാത്തിരിക്കുകയാണ്. അർഹമായ സഹായങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ. കോട്ടയത്ത് നിന്നും S. ശ്രീകുമാറിനൊപ്പം ഗോകുൽ രമേശ്, ന്യൂസ് മലയാളം.